ഫ്ലാറ്റ് മേടിക്കാൻ വന്നൊരു ഫാമിലി എൻ്റെ അടുത്ത് ചോദിച്ചത്, സാർ ഈ വീടിൻ്റെ ചുറ്റളവ് മരണച്ചുറ്റാണോ എന്നാണ്. ഞാൻ സത്യത്തിലെ ഒരു 10-30 കൊല്ലത്തെ എക്സ്പീരിയൻസ് റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ ഉണ്ടെങ്കിലും ഈ മരണച്ചുറ്റം എന്നുള്ള വാക്ക് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞില്ല. ഞങ്ങളുടെ നാട്ടിലെ ഒരു വാസ്തു നോക്കുന്ന ആൾ പറഞ്ഞത് ഫ്ലാറ്റ് വാങ്ങിക്കുന്നു കൊള്ളാം, പക്ഷെ അഡ്വാൻസ് കൊടുക്കുന്നത് മരണച്ചുറ്റാണോ എന്ന് നോക്കണമെന്നാണ്. ഞാൻ ഈ ഒരു കൗതുകത്തെ എന്താണ് ഈ മരണച്ചുറ്റ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ വളരെ രസകരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഈ ഓട് ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, അപ്പോൾ ചുറ്റളവിനെ ബേസ് ചെയ്തിട്ടാണ് അന്ന് വീടിന്റെ റൂഫുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഉണ്ടാക്കിയിരുന്നത്. പണി നടത്തുന്ന ആശാരിമാര് അല്ലെങ്കിൽ തച്ചന്മാര് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിൽ ഒരു പർട്ടിക്കുലർ ചുറ്റ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ചുറ്റാണ് ഉണ്ടാവുക. അത് ഇത്ര കോൽ ചുറ്റളവ് എന്നാണ് പറയുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ കോൽ ചുറ്റളവിലുള്ള വീടാണെങ്കിൽ ആ വീടിന് ഇത്ര ത്രാൻ വേണം, ഇത്ര പട്ടിക വേണം, ഇത്ര കഴുക്കോല് വേണം, ഇത്ര ആണി വേണം, ഇത്ര ഓട് വേണം എന്നുള്ളൊരു കണക്ക് അതിലുണ്ടാവും. അതിനുശേഷം പിന്നീട് വേറൊരു ചുറ്റളവ് ഉണ്ടാവും. ആ ചുറ്റളവിനും ഈ ഐറ്റംസ് എല്ലാം എത്ര വേണം എന്നുള്ള കണക്കുണ്ടാവും. അപ്പൊ ഇതിനിടയ്ക്കുള്ളൊരു അളവ് വരികയാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് മുഴുവൻ കണക്കൂട്ടി എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ത് പറ്റും? ആ അളവ് ഇല്ല, ആ അളവ് മരട് ചുറ്റാണെന്ന് പറയുന്ന ഒരു രീതി കേരളത്തിൽ ചില സ്ഥലങ്ങളിലെങ്കിലും നിലവിലുണ്ടായിരുന്നു. അപ്പൊ അത്തരം ചുറ്റളവുകളുമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ഒരു വീടിന്റെ വാസ്തുവിന് യാതൊരു ബന്ധവുമില്ല. വീടിന്റെ വാസ്തു എന്ന് പറയുന്നത് നല്ല ശുദ്ധമായിട്ടുള്ള വായുവും നല്ല വെളിച്ചവും കടന്നു വരുന്ന മുറികൾ ഉണ്ടാവുക എന്നുള്ളതാണ് വാസ്തുവിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ. അതല്ലാതെ മരടച്ചുറ്റ എന്ന് പറയുന്ന പ്രയോഗത്തിനും ആ ഒരു രീതിക്കും സയന്റിഫിക് ആയിട്ടുള്ള യാതൊരു ബോധ്യവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.